എല്ലാവർക്കും പ്രാന്തൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രാന്തൻ കാണാൻ തിരഞ്ഞെടുത്ത ചിത്രം 2024 മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് സിനിമകളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിൽ ഒന്നാമതോ രണ്ടാമതായി വരുന്ന ഒരു ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. ആ പ്രതീക്ഷ നിലനിർത്തിയോ എന്ന ചോദ്യത്തിന് എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും, യെസ്, ആ ചിത്രം അതിനു മാത്രം ഉണ്ട് എന്ന് തന്നെയാണ്. ഈ ആൻറ്റിസിപ്പേഷന് കാരണമായി നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു നിര യുവ തലമുറയിൽപ്പെട്ട ആർട്ടിസ്റ്റുകൾ ഒന്നിക്കുന്ന ജാനമന് ശേഷം ചിദംബരം എന്ന ഡയറക്ടർ അതിശയിപ്പിക്കുന്ന ടെക്നിക്കലി വളരെ സൗണ്ടായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറേ ആളുകളുടെ ഒരു കൂട്ടം ഒന്നിക്കുന്ന സിനിമ. അങ്ങനെ എല്ലാത്തരം ആളുകളെയും ആകർഷിക്കാൻ കെൽപ്പുള്ള ഒരു സിനിമ തന്നെയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന ഈ ചിത്രം. അതിൻ്റെ പണി നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത്. ജാനേമൻ എന്ന സിനിമയ്ക്ക് ശേഷം എനിക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി അറിയാമായിരുന്നു. ചിദംബരം എന്ന ഡയറക്ടർ ഇമോഷനുകളെ ക്രാഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമോഷനുകളെ കൃത്യമായി തൻ്റെ സിനിമയിൽ യൂസ് ചെയ്യുന്ന ഒരു മാസ്റ്റർ ബ്രെയിൻ തന്നെയായിരുന്നു എന്ന്. അത് ഈ സിനിമയിലും കാണാൻ പറ്റും. ഇതിൽ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് സർവൈവൽ ത്രില്ലർ ഇത് രണ്ടും കൂടെ ഒന്നിപ്പിച്ചിട്ടാണ് അദ്ദേഹം കഥ പറഞ്ഞിരിക്കുന്നത്. ഇത് നടന്ന ഒരു സംഭവം തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ സംഭവത്തെ എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയി അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത അത് അനുഭവിച്ചവർക്ക് മാത്രം ഒരുപക്ഷെ മനസ്സിലാക്കാൻ പറ്റുള്ളായിരിക്കും. പക്ഷേ ഈ സിനിമ കാണുമ്പോൾ ഇത്തരമൊരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും ഇത്തരം ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി കാണും. അല്ലെങ്കിൽ നിങ്ങൾക്കും ഇത്തരം ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളൊരു നല്ല ലൈഫാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെയാണ്. എപ്പാർട്ട് ഓഫ് ദ കുടി ആൻഡ് വലിയാണ് ഞാൻ പറഞ്ഞത്. അത്തരം ഫ്രണ്ട്ഷിപ്പുകളാണ് ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയി ചേരുമ്പോഴത്തേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മുതൽക്കൂടായിട്ടുള്ളത്. അത് ഈ സിനിമയിൽ കൃത്യമായിട്ട് സിനിമ കണ്ടിറങ്ങിയപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബോണ്ടുണ്ടല്ലോ, അത് വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചേക്കുന്നത്, നമ്മളിലേക്ക് കണക്റ്റ് ആയിരിക്കുന്നത്. മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടമായി മാറാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതായി വരുന്ന ഇതിൻ്റെ സിനിമാട്ടോഗ്രാഫിയാണ്. ഷൈജു ഖാലിദ് എന്ന എന്താ പറയുക വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സിനിമാട്ടോഗ്രാഫർ. അദ്ദേഹം സീനുകൾ കൈകാര്യം ചെയ്തിരിക്കുന്ന വിധം, ഓരോ ഫ്രെയിമിലും കളർ യൂസ് ചെയ്തേക്കുന്നതും ആ സീനിലെ ഇപ്പോൾ ഞാൻ പറയാം ചന്തുവൊക്കെ ഇരിക്കുന്നൊരു സീനുണ്ട്, ഒരു വേരുള്ള, നിങ്ങൾക്ക് അവിടെ ചെന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ ആ ഒരു സീന് ട്രെയിലറിലും ഉണ്ടെന്ന് തോന്നുന്നു. അതിലൊക്കെ അയാളുടെ ഇമോഷൻസൊക്കെ ഇമ്പക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇമോഷൻസൊക്കെ പോർട്രേറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് വളരെ ഗ്രേ ഷെയ്ഡുള്ള വളരെ നാച്ചുറൽ ടോണുകൾ കൂടുതലുള്ള ഭയങ്കര രസമായിട്ട് അതിനെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെയാണ് ചിത്രത്തിൽ കേവിനുള്ളിൽ നടക്കുന്ന ഷൂട്ടിങ്സ് അല്ലെങ്കിൽ സീനുകൾ ലോ ലൈറ്റിലാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം അതിൻ്റെ നമ്മൾ ആ കേവിനുള്ളിലാണെന്നുള്ളൊരു ഫീല് കിട്ടുന്ന രീതി തന്നെയാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ലൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യാമറയിലൊക്കെ വളരെ ഗംഭീരമായിട്ട്. പിന്നെ ഡ്രോൺ ഷോട്ടുകൾ അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ഒരു സിംഗിൾ ഷോട്ടുണ്ട്. അത് നിങ്ങൾ പല സിനിമയിലും കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഭയങ്കര രസകരമായിട്ട് ആ ഒരു ക്രാഫ്റ്റ് മാൻ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അല്ലെങ്കിൽ സിനിമ മോഹി എന്ന രീതിയിൽ കണ്ടിരിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത്. രണ്ടാമത് സുഷിൻ ശ്യാം എന്ന മ്യൂസിക് ഡയറക്ടർ, യെസ്, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വളരെ ഗംഭീരമായിട്ടൊരു ട്രാൻസ് സൈക്കിളിക് മ്യൂസിക് മിക്സൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. വളരെ ഗംഭീരമായിട്ട് തിയേറ്ററിൽ നമ്മൾ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ സിനിമയിലെ ക്യാരക്ടേഴ്സ് പറയാൻ ഉദ്ദേശിക്കുന്ന അവരുടെ ഇമോഷൻസ് വളരെ കൃത്യമായി കൺവേ ചെയ്യുന്ന രീതിയിലുള്ള മ്യൂസിക്കുകൾ, ട്രാക്കുകൾ എല്ലാം വളരെ ഗംഭീരമായിട്ട്. മിക്സിങ് അതും പറയാതിരിക്കാൻ വയ്യ. ചില മിക്സ് എനിക്ക് തോന്നുന്നു എനിക്ക് ആ സീൻ നിങ്ങളോട് പറയാൻ പറ്റില്ല എങ്കിലും പറയാം. നമ്മുടെ ഈ കുട്ടിക്കാലവും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും കാണിച്ചുകൊണ്ട് ഒരു ട്രാൻസിഷൻ ഷോട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സീനുണ്ട്. അതിൽ മ്യൂസിക് യൂസ് ചെയ്തേക്കുന്നത് വളരെ ഗംഭീരമായിട്ടാണ്. നമ്മൾ പെട്ടെന്ന് ടക്കെന്ന് പറഞ്ഞിട്ട് അടിക്കും. അപ്പോൾ അതിനകത്ത് മിക്സിങ് എടുത്തു പറയേണ്ടതാണ്. ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സൗണ്ട് സിങ്ക് പരിപാടികളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നീട് എനിക്ക് എടുത്തു പറയാൻ തോന്നിയ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ റൈറ്റിങ്ങും ഡയറക്ഷനും തന്നെയാണ്. ബ്രോ യു ഡൺ ഇറ്റ് അഗൈൻ എന്ന് പറയേണ്ട ഒരു ചിദംബരം. അദ്ദേഹം ഇതിനകത്ത് ഇമോഷൻസ് യൂസ് ചെയ്തേക്കുന്ന രീതി, അവരുടെ കുട്ടിക്കാലം കാണിച്ചിരിക്കുന്ന രീതി, എങ്ങനെയാണ് എന്ത് ബോണ്ടാണ് ഇവർ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ വളരെ ക്രിസ്പായിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. വളരെ സ്പീഡ്, കാരണം 2.25 മണിക്കൂറുള്ളൊരു സിനിമയിൽ വളരെ ക്രിസ്പായി കട്ട് ചെയ്തിട്ടുള്ള വിവേകർഷൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ളൊരു ചിത്രം തന്നെയാണ്. അപ്പം അതിൽ കൃത്യമായിട്ട് ഇവരുടെ പാസ്റ്റ് സിനാരിയോ അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ജീവിച്ച് വളർന്നത് അതെല്ലാം കൃത്യമായി കാണിക്കാനായിട്ട് ഇവർ യൂസ് ചെയ്തേക്കുന്ന കുട്ടിക്കാലമുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ വലുതാകുന്ന ഒരു സംഭവമുണ്ട്. അപ്പം നമ്മൾ കൂടുതലും ഇവരുടെ ഇമോഷൻ കൺവേ ചെയ്യിപ്പിക്കുന്നത് ഇവരുടെ കുട്ടിക്കാലത്തെ സംഭവങ്ങളൊക്കെയാണ്. അതൊക്കെ വളരെ കൃത്യമായിട്ട് ഡയറക്ടോറിയൽ ഒരു മൈൻഡ് വെച്ച് അദ്ദേഹം കൃത്യമായിട്ട് അത് എഴുകി ചേർത്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ
ആ സിനിമ കാണുമ്പോൾ കുറച്ചും കൂടി അതിലേക്ക് ഇന്നാവുന്നുണ്ട്. പിന്നെ വിട്ടുപോകാണ്ട് എടുത്തു പറയേണ്ട ഒരു വിഭാഗമാണ് അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന് പറയുന്നത്. ബ്രോ ഗംഭീരം, ഒന്നും പറയാനില്ല. കാരണം ഞാൻ കണ്ടത് ഒരു 2K തിയേറ്ററിലാണ്. പക്ഷേ എനിക്ക് എവിടെയും VFX യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എവിടെയും ഒരു ഒറിജിനാലിറ്റി എവിടെയും ലാക്ക് ആവുന്നത് പോലെ എവിടെയും ഫീൽ ചെയ്യിപ്പിച്ചിട്ടില്ല പ്രൊഡക്ഷൻ ഡിസൈനിൽ തന്നെ. അത് കേവിലാണെങ്കിലും അതിൽ മരത്തിൻ്റെ കാര്യം ഓൾറെഡി നിങ്ങളെല്ലാം സിനിമ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന അതിൽ യൂസ് ചെയ്തേക്കുന്ന മരം, ഇതൊക്കെ ആർട്ടിൽ ഉണ്ടാക്കിയെടുത്തേക്കുന്ന അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളാണ്. അതൊക്കെ വളരെ ബ്രില്യൻ്റ് ആണ്, ഒന്നും പറയാനില്ല. കേവിനകത്ത് ഷൂട്ട് ചെയ്തേക്കുന്ന രംഗങ്ങൾ ഉൾപ്പെടെ അതിനത്ര മനോഹരമാക്കാൻ കാരണമായതും പ്രൊഡക്ഷൻ ഡിസൈൻ തന്നെയാണ്. അജയൻ ചാലശ്ശേരിയാണ് പ്രൊഡക്ഷൻ ഡിസൈൻ കൈകാര്യം ചെയ്തേക്കുന്നത്. വളരെ ഗംഭീരമാണ്, അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നീട് എടുത്തു പറയാനുള്ളത് ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ആണ്. വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കൂട്ടം യുവ തലമുറയിൽപ്പെട്ട ആളുകളെന്ന് ഞാൻ ആദ്യം വിശേഷിപ്പിച്ചവർ, അവരവരുടെ റോളുകൾ വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലൊന്നാമതായി വരുന്നത് സൗബിൻ ചേട്ടനും നമ്മുടെ ശ്രീനാഥ് ബാസിയൊക്കെയാണ്. അപ്പം ഇവരുടെയൊക്കെ ആ കോമ്പിനേഷൻ ഷോട്ടുകൾ, സീനുകൾ വളരെ വളരെ ഗംഭീരമായിട്ട് തന്നെ ആ ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തു. എനിക്ക് ബാസിയുടെയൊക്കെ വീട് കാണിക്കുന്നൊരു ഷോട്ടുണ്ട്, അല്ലെങ്കിൽ ബാസി നമ്മുടെ ഇടയിലും ഉണ്ടാവില്ല ഇത്തരം കൂട്ടുകെട്ടുകൾ. നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്യുമ്പം പല അവസ്ഥകൾ കൊണ്ട് വേണ്ടാന്ന് വെച്ച് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പം അവരുടെയൊക്കെ പൈസയുടെ കുറവുകൾ മാറി നിൽക്കുന്ന ആളുകളുടെയൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, അത്രയും അടുത്തിടപെടുന്ന ആളാണല്ലോ. അപ്പോൾ ആ ഇമോഷൻ കൃത്യമായിട്ട് ബാസി ആ സീനിൽ കൃത്യമായിട്ട് ഇമോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാന സീനുകളിലും അതോടനുബന്ധിച്ച് വരുന്ന കുറേ സീനുകളിലൊക്കെ ബാസിയുടെ പ്രകടനങ്ങൾ അടിപൊളിയായിരുന്നു. സൗബിനിക്ക അതുപോലെ തന്നെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടേക്കുന്ന ഒരു മെച്യൂർ ക്യാരക്ടറാണ്. ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ എപ്പോഴും കാണും ഒരു അത്യാവശ്യം തലമൂത്ത ഒരാൾ. അപ്പോൾ ആ ഒരു ക്യാരക്ടർ, അത് മേക്കപ്പും എടുത്തു പറയേണ്ട കേട്ടോ. സൗബിനിക്കേനെയൊക്കെ ആ ഒരു 35 വയസ്സിലേക്ക് കൃത്യമായിട്ട് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റും. സൗബിനിക്ക അതനുസരിച്ച് കൃത്യമായിട്ട് ഡെലിവറിയും ചെയ്തിട്ടുണ്ട്. പിന്നീട് വരുന്നത് ജീൻ്റെ പെർഫോമൻസ്, ബാലുവിൻ്റെ. ഇവർ രണ്ടുപേരും നമ്മുടെയൊക്കെ ഇടയിൽ കാണും ചേട്ടനനിയന്മാരായിട്ടുള്ള ആൾക്കാർ ഒരു ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും അടിയായിരിക്കും. അവർ നമ്മളോർക്ക് ഇവർ നമ്മുടെ കൂട്ടത്തിൽ കൂടിയത് അടി ഉണ്ടാക്കാനാണോ എന്ന്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. നിങ്ങളെ ചിരിപ്പിക്കുന്ന 1-2 സീനുകളിൽ വന്നു പോകുന്ന ആളുകളാണ് ഇവർ. അപ്പം ഉടനീളമുണ്ട്, സിനിമയിൽ ഉടനീളമുണ്ടെങ്കിലും നിങ്ങൾ അവരെ ഓർത്തിരിക്കും. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി ഇവരുടെ രണ്ടുപേരുടെ കോംബോ. പിന്നെ ജീൻ താടി ഒഴിച്ചാൽ മറ്റൊരു ക്യാരക്ടറായി വിളിച്ചാടുമെന്ന് എനിക്ക് മനസ്സിലായി. വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ബ്രോ. പിന്നെ ഉള്ളത് ഗണപതി, ഖാലിദ് റഹ്മാൻ, ഇവരൊക്കെ പെർഫോമൻസുകൾ, ഇവരുടെ ഒരു കോമ്പിനേഷൻസ് ഒക്കെ വരുമ്പോൾ വളരെ നമുക്കത് മനസ്സിലാവുക, ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ തന്നെയാണ്. ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ബോണ്ട് എത്രത്തോളം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള പെർഫോമൻസുകളാണ്. ബാലു വർഗീസ് വിട്ടുപോകാതെ എനിക്ക് പറയണമെന്ന്. കാരണം നമ്മുടെയൊക്കെ ഇടയിൽ ഈ യോഹു ആ ഒരു സംഭവം എല്ലാത്തിനും പവർ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരുത്തരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അത് വളരെ ബ്രില്യൻ്റായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാലു ഡിഡ് എ നൈസ് ജോബ്. അപ്പം എനിക്ക് തോന്നുന്നു അധികം വലിച്ചു നീട്ടലുകളൊന്നുമില്ലാതെ ഞാൻ പറയാം, ഈ ആഴ്ച നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ്. അപ്പം നിങ്ങൾ ഒരിക്കലും നിരാശനാവുകയല്ല എന്നുള്ളൊരു ഉറപ്പുണ്ട്. നല്ലൊരു പടമാണ്. അപ്പോൾ ആളുകളുടെ റിവ്യൂ വരുന്നതും നോക്കി നിന്ന്, അല്ലെങ്കിൽ സിനിമയുടെ ടെക്നിക്കൽ ആൻഡ് ജാനമൻ പോലെയുള്ള പടങ്ങൾ നിങ്ങളെ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇമോഷണൽ നിങ്ങളെ വലിച്ചടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ചിത്രങ്ങളൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണാവുന്നൊരു ചിത്രം തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ്. സമയം കളയുന്നില്ല, പോയി കാണുക. എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ചിദംബരം, യു ഡൺ ഇറ്റ് അഗൈൻ.